മന്ദു അയ്യേ എന്റെ ഐസക്ക് ഇതെന്ത് കോലം? മുണ്ടെവിടെ? മുണ്ടെവിടെന്ന്? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുണ്ട് അഴിഞ്ഞു പോയതാണോ അത് ആരെങ്കിലും അഴിച്ചിട്ട് പോയെന്ന് അറിയില്ല. പക്ഷെ മുണ്ട് കാണുന്നില്ല. എന്റെ യേശുവേ, നിങ്ങളെ ആരെങ്കിലും കണ്ടോ? കണ്ടു, ഞാൻ കണ്ടു. പാതിരാത്രി എന്നെ ആര് കാണാനാ? ഇതെന്തോന്ന കയ്യില്? അടിച്ചുപോയ 4 ക്യാമറയും ഞാൻ ഊരിയെടുത്തു. നിങ്ങൾ അതും ഊരി മാറ്റില്ല. ഇനി അധികം നേരം ഇവിടെ നിക്കണ്ട, വേഗം ഇതെല്ലാം എടുത്തോണ്ട് പോവാൻ നോക്ക്. ഇടി മുണ്ടില്ലാതെ ഞാൻ എങ്ങനെ പോവും? പാതിരാത്രിക്ക് മുണ്ടെന്തിനാ മനുഷ്യ? മുണ്ടില്ലാതെ വീട്ടിൽ പോയാ മതി. കാര്യമായി എന്തോന്നുണ്ടല്ലേ? വേഗം എടുത്തോണ്ട് പോ മനുഷ്യ. ഇങ്ങോട്ട്. മുണ്ടില്ലെങ്കി എന്താ, ആവശ്യമുള്ള സാധനം കിട്ടിയില്ലേ? അത് ശരി, അപ്പൊ ഇതാണല്ലേ പരിപാടി. ശരിയാക്കി തരാം. വായോ. എന്റെ മുണ്ട് ഇവിടെ എങ്ങാനും വീണ്ടെടുപ്പുണ്ടോന്ന് നോക്ക്. മുണ്ട് നോക്കി നടന്ന് മണ്ടയ്ക്ക് അടി കിട്ടാണ്ടേ വേഗം പോവാൻ നോക്ക്. എന്നാലും മുണ്ടില്ലാതെ പോകുന്നത് നാണക്കേടല്ലേ? മോഷണത്തെക്കാളും വലിയ നാണക്കേടല്ലോ മനുഷ്യ മുണ്ടില്ലാതെ നടക്കണത്. നടക്കങ്ങോട്ട്. ഓ, വേഗം നടക്ക്, ആരും കാണണ്ട. എടി, എവിടെയോ ഒരു തേങ്ങ വീഴുന്ന സൗണ്ട് കേട്ട് നമുക്കതും കൂടി എടുത്തിട്ട് പോവാ. എന്റെ മുണ്ട്. എന്റെ ഈശോയെ, അതേതാ മുണ്ടും പൊതിച്ചോണ്ടൊരു പെണ്ണ്? എന്റെ മുണ്ട് അടി. എന്റെ ഈശോയെ, അതേതവളാന്ന് ആർക്കറിയാം? നില്ലടി, നില്ലടി, നില്ലടി. മന്ദു, ഓടിവാടി, ആളെ കിട്ടി, ഓടിവാടി. അയ്യോ, ഇത് ഒരുത്തിയില്ല, ഒരുത്തനാടി. ഓടിവാടി, ഓടിവാ. എന്താ അത്? പെണ്ണല്ലേ ആണാണോ? അത് ആണാണെടി. ഏതോ ഒരുത്തൻ അവൻ എന്റെ മുണ്ട് കൊണ്ടുപോയി. അതാരയ്യാ സമയത്ത് വന്നത്? എടി, സത്യം പറയടി, നിന്നെ കാണാൻ ഞാനല്ലാതെ മറ്റാരെങ്കിലും വരാറുണ്ടടി? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുമുട്ടി പോവും. എന്റെ മുണ്ട് കൊണ്ടുപോയവൻ ആരാ? അവനെ പിടിക്കണ്ടേ? അവനെ പിടിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. മനുഷ്യ, എടി, എന്റെ മുണ്ടടി. നിങ്ങളുടെ ഒരു മുണ്ട്, നിങ്ങളുടെ മുണ്ട് കൊണ്ടുപോയതേ ഈ ഹോസ്റ്റൽ പിള്ളേരൊന്നല്ല. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളൊന്ന് പോവാൻ നോക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റുന്ന്. എന്നാലും അവൻ ആരാടി? എന്റെ ഐസൊക്കെ ഒന്ന് പോവാൻ നോക്ക്. ആ ചാക്കൊക്കെ അവിടെ വഴി കിടക്ക. അതാരെങ്കിലും കണ്ടാ മതി. എന്റെ മുണ്ട്. ആ മനുഷ്യ പോ. ഒരു വിധത്തിൽ ഐസക്കിനെ പറഞ്ഞു വിട്ടു. ഐസക്കിനെ എന്നെയും ആരെങ്കിലും കണ്ടാവോ? ആർക്കറിയാം. ആരാ എന്നെ തൊഴിച്ചിട്ടത്? ഷോക്ക് അടിച്ച പോലെ തോന്നിയില്ലോ. അയ്യോ, എന്റെ നടുപോയി. കാല് തട്ടി വീണതാണോ? കാല് തട്ടി വീണതായിരിക്കും. അയ്യോ, എന്റെ നടുപോയി. അയ്യോ, അയ്യോ.
എഴുന്നേക്ക്. വൃന്ദ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയോ? അവള് നമ്മൾ ഉളഞ്ഞു മുമ്പേ പോയി. ആരവ എവിടെ? അവനിവിടെ ഇല്ലേ? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയോ? ആരവേ? ഞാനിവിടെ ഉണ്ടേ. എല്ലാരും എഴുന്നേറ്റോ? നിങ്ങക്ക് കാണാനായിട്ടേ നല്ലൊരു കണിയുണ്ട്. കണിയാ? എന്ത് കണി? വെയിറ്റ്, ഇപ്പൊ കാണിച്ചുതരാം. ദേ, ഇതാണ് കണി. കണ്ടോ? എല്ലാവരും നന്നായി കണ്ടോ? വല്ലവന്റെ ഉടുമുണ്ടാണോടാ രാവിലെ കണി കാണിക്കുന്നേ? ഇത് ആരുടെ മുണ്ടോ? നീ മുണ്ട് കൊടുക്കാറില്ലല്ലോ. നിനക്കിത് എവിടെ നിന്ന് കിട്ടിപ്പോ? അങ്ങനെ ചോദിക്കേ. ഇന്നലെ പാതിരാത്രിയിലെ ഒരുത്തൻ നുഴഞ്ഞു കയറി. അവന്റെ മുണ്ടാണിത്. ഇന്നലെ ഒരുത്തൻ കേറിയോ? അതാരാ? അതാരാന്ന് എനിക്കറിയില്ല. അയാളെ കണ്ടാലറിയാം. മുമ്പ് കണ്ടിട്ടുള്ള ആളല്ല. അങ്ങനെ ഒരാളാരാ? നീ എവിടെ വെച്ച് അയാളെ കണ്ടത്? മെസ്സിൽ വെച്ച്. നീ എന്തിനാ പാതിരാത്രി മെസ്സി പോയത്? വല്ലം കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാ. അപ്പോഴാ ഈ മുണ്ട് കിട്ടിയത്. ഇതിനകത്ത് ഒരുത്തൻ നുഴഞ്ഞു കയറുമ്പോ നീ എന്താ അവനെ പിടിക്കാതിരുന്നേ? അയാൾ എന്നെ തിരിച്ചറിയില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ അയാൾ വെറുതെ വിട്ടത്. ആ, അപ്പൊ ഈ മുണ്ടിന്റെ ആളിനെ നിനക്ക് പരിചയമില്ല, പക്ഷെ കണ്ടാൽ അറിയാം അല്ലേ? ഇനിയിപ്പൊ ആളാരാന്ന് അറിയണമെങ്കിൽ ഈ മുണ്ട് ആരെയാന്നറിയണം. ആ, അയാൾ ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനാ ഞാൻ ഈ മുണ്ട് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ചത്. ഈ മുണ്ടിന്റെ ആളെ പൊക്കണോലോ. ഈ മുണ്ട് ഒരു തൊണ്ടിയായി നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ആളെ കണ്ടെത്താൻ എളുപ്പമാ. രാവിലെ തന്നെ നല്ലൊരു കണിയാ കിട്ടിയിരിക്കുന്നെ. ഇത് കൊണ്ടൊരു കളി കളിക്കണം. ഈ മുണ്ടുടുത്തവൻ തിരികെ എങ്ങനെ പോയി? മുണ്ടെടുക്കാതെ പോയി കാണൂ. കള്ളന്മാർക്ക് മുണ്ട് എന്തിനാ? കള്ളനാണെങ്കിലേ ഇത് മോഷ്ടിച്ച മുണ്ടായിരിക്കും. അതുകൊണ്ടാ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത്. ഏതായാലും ഈ മുണ്ടിന് പിന്നിലെ കാര്യങ്ങൾ ആരുടെയാണെന്ന് അറിയണം. ഹലോ ഗൈസ്, ഒരു മുണ്ട് കിട്ടിയിട്ടുണ്ട്. എന്റെ മുഖത്തടിച്ചിട്ട് നീ ഞെളിഞ്ഞു നടക്കുകയാണല്ലോടി. നിനക്കുള്ള പണി വരുന്നുണ്ടടി. ഇതെന്താ നിങ്ങൾ മുണ്ടൊക്കെ ആയിട്ട്? ഈ മുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരുടെയിലും ആണോ? ഈ മുണ്ട് ആരുടെയാണെന്ന് ഇത് കിട്ടിയ നിങ്ങൾക്കല്ലേ അറിയൂ. ഇവിടെ പാതിരാത്രി ചിലരെ കാണാൻ നുഴഞ്ഞു കയറുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെ വന്ന് ചാടിപ്പോയ വഴിക്ക് അബദ്ധത്തിൽ അഴിഞ്ഞു വീണതാണോ ഈ മുണ്ട്? പാതിരാത്രിയിൽ ഇവിടെ ഓരോരുത്തർ ആരെ കാണാനാ വരുന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആരും വലിയ നിഷ്കളങ്കയൊന്നും ആവണ്ട. അതിപ്പോ ആരെ കാണാനാ വരുന്നെന്ന് നിങ്ങൾ പറയണമെന്നില്ല. എല്ലാം ഈ മുണ്ട് പറഞ്ഞോളൂ. നിനക്കൊക്കെ എവിടെന്നെങ്കിലും ഒരു സാധനം കിട്ടും, അതും പൊക്കി പിടിച്ചോണ്ട് നടക്കുക.